അഞ്ചാം വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളൊരു സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. കാരണം വേദങ്ങൾ എല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനുപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം നമ്മൾ കൈമാറുക എന്നുള്ളതാണ് അഞ്ചാം വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ വേദം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹിന്ദു ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവെയുള്ള ഒരു മെസ്സേജാണ് ഇത്. അപ്പോൾ ഈ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, വേദം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ഇപ്പം ഞങ്ങളിപ്പോൾ ഖുർആൻ പറഞ്ഞ വേദം എന്നാണ്, വേദഗ്രന്ഥം എന്നാണ് പറയുന്നത്. ബൈബിൾ ഒരു വേദഗ്രന്ഥമാണ്. പക്ഷേ നമ്മൾ ഈ സാമവേദം പറയുന്നതാണല്ലോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും എല്ലാ മതങ്ങളുടെയും ആധികാരികമായ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഹിന്ദുക്കളുടെ വേദം എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഖുർആൻ ഞങ്ങളുടെ അത് വേദമാണെന്ന് പറയുന്നത്, ക്രിസ്ത്യൻസ് പറയുന്നത് ബൈബിള്. അതുപോലെ ഓരോ മതത്തിൻ്റെയും അത് വേദങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വേദങ്ങൾ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞത് ഇതിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക. ഇവിടെ മതങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ തമ്മിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള തമ്മിൽ തല്ലിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം മനുഷ്യനെ സ്നേഹിക്കുക. കാരണം ഒരു മതത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും ഉപരിയാണ് മനുഷ്യ ജീവിതവും. നമ്മൾ ഈ സിനിമയിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതിൽ പറയാതെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പറയാതെ പറയുന്നത് ഇപ്പോൾ ഈ ഫസഹ് എന്ന് പറയുന്നൊരു എനിക്കതൊരു പരിചിതമായൊരു വാക്കല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ഫസഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസഹ് അല്ലെങ്കിൽ കുല എന്നും പറയാം നമുക്ക്. കാരണം വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പം മുസ്ലിം സമുദായത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേദങ്ങൾ എന്ന് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൽ ഈ സ്ത്രീകൾക്ക്, അതായത് ഇപ്പം പുരുഷന് സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാം. ആ ഡൈവോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ത്വലാഖ്. ഈ ത്വലാഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പം. പക്ഷെ ആ സമുദായം തന്നെ അല്ലെങ്കിൽ ആ വേദം തന്നെ സ്ത്രീക്ക് കൊടുത്തേക്കുന്ന ഒരു അവകാശമാണ് ഫസഹ്. ഫസഹ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ആ പുരുഷനെ ഇഷ്ടപ്പെട്ടില്ല, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല മീൻസ് വിവാഹാനന്തരം ആ പുരുഷൻ അവളോട് നന്നായിട്ട് പെരുമാറിയില്ല, അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുക, അങ്ങനെ കുറേ അങ്ങനെയുള്ളൊരു സമയത്ത് ആ സ്ത്രീക്ക് ആ പുരുഷനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വേദം തന്നെ കൊടുത്ത ഒരു ഇതാണ് ഫസഹ്. കാരണം അവൾക്ക് അവളുടെ പുരുഷനെ വേണ്ടെന്ന് വെക്കാം. ആ വേണ്ടെന്ന് വെക്കാനുള്ള ആ ഒരു സൗകര്യം ഇസ്ലാമിലുണ്ട്. പക്ഷേ പൊതുവെ ഇത് ആരും അങ്ങനെ പറയുന്നില്ല. കാരണം പുരുഷന് ഒരു സമൂഹം പുരുഷന് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സ്ത്രീക്ക് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും അത് മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു ബേസ്. അത് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീക്ക് എന്തൊരു അവകാശം നമ്മുടെ ഭരണഘടന നൽകിയാൽ പോലും അത് പലർക്കും അറിയില്ല. അപ്പോൾ അതുപോലെ മുസ്ലിം സമുദായം സ്ത്രീക്ക് കൊടുത്തൊരു അവളുടെ ഒരു അവകാശമാണ് ഫസഹ് ചെല്ലാൻ, അതായത് പുരുഷനെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം. അത് നമ്മുടെ ഈ സിനിമയിലൂടെ പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സാനിയ മിർസ ശരിക്കും ഭർത്താവിനെ കൊല ചെയ്തതാണ്. അത് പക്ഷേ എന്നാൽ പോലും സമൂഹ മാധ്യമങ്ങളൊന്നും ആ വേടിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് ചെയ്യാമെന്നുള്ള അത് സമൂഹത്തിലും ഈ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ അത് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ. ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ അതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അല്ലേ? അതാണ് കേരള സ്റ്റോറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് സിറിയയിലേക്ക്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്റ്റോറി അല്ല. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ സിനിമ ശരിക്കും പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. അതായത് അവിവാഹിതനായ ചെറുപ്പക്കാരനും വിവാഹിതയായ സ്ത്രീയും തമ്മിലുള്ള ഒരു വിവാഹമോചിതയായ സ്ത്രീയും തമ്മിലുള്ള പ്രണയമാണ് സിനിമ ആത്യന്തികമായിട്ട് പറയുന്നത്. ഈ സിനിമയിലേക്ക് പറയേണ്ട ആവശ്യങ്ങൾ വന്നുകൊണ്ടാണ് ഫസഹും ഈ പൊളിറ്റിക്സും മതവും എല്ലാം. കാരണം ഈ ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതമായാലും രാഷ്ട്രീയമായാലും അവൻ്റെ ജീവിതമായിട്ട് എത്രമാത്രം കെട്ടുപണഞ്ഞ് കിടക്കുന്നു എന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ.